ദെൻ ഞാൻ 2 വർഷം ടീച്ചറായിട്ട് വർക്ക് ചെയ്തു. ഇപ്പോൾ ഞാൻ വീണ്ടും നാംജിങ് യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജിയിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ അഡ്മിറ്റ് ആയിരിക്കുകയാണ്. ഇവിടുത്തെ സർവീസ് നല്ലതായിട്ട് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നതിന് കാരണം എല്ലാം ഒരു 1 by 1 ആയിട്ട് ഒരു നല്ല ഓർഡറിൽ നല്ല മച്ചുറായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തെന്നുള്ള സന്തോഷമുണ്ട്. ഏജൻസി ദി ബെസ്റ്റ്. അത് ഞാൻ എപ്പോഴും പറയും. ഞാൻ എൻ്റെ അമ്മയോട് ഞാൻ പറയും, അമ്മ ഇറ്റ്സ് എ ബ്ലെസ്സിങ് റിയലി. ഡെവലപ്പായ നാട്ടിലേക്ക് അഡ്മിഷൻ കിട്ടി, അതും സ്കോളർഷിപ്പുകൾ കൂടി കിട്ടി. അതിന് ഞങ്ങൾക്ക് സർവീസ് തന്ന ഇവർക്ക് നന്ദി. ഹായ് ഹലോ സ്റ്റുഡൻസ് ആൻഡ് പാരൻസ്. ഇന്ന് നമ്മൾ ചൈനയിലത്തെ സ്കോളർഷിപ്പ് പ്രോഗ്രാംസിലേക്ക് പോകുന്ന കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്ന് നമ്മളോട് കൂടെ ഉള്ളത് അനീറ്റയാണ്. അനീറ്റ ചൈനയിലത്തെ ഒരു സ്കോളർഷിപ്പ് പ്രോഗ്രാമിൽ നാൻജിങ് യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജിയിൽ കമ്പ്യൂട്ടർ സയൻസ് പ്രോഗ്രാം പഠിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. നമുക്ക് കുറച്ച് വിശേഷങ്ങൾ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ഹായ് അനീറ്റ. എൻ്റെ പേര് അനിറ്റ. ഞാൻ കോട്ടയം ജില്ലയിലെ ഇരാറ്റുപേട്ടയിൽ നിന്നാണ് വരുന്നത്. 2019 +2 പാസ് ഔട്ടായി. അതിനുശേഷം ഞാൻ ബിടെക് കംപ്ലീറ്റ് ആക്കി ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് ഇടുക്കിയിലാണ് പഠിച്ചത്. ദെൻ ഞാൻ 2 വർഷം ടീച്ചറായിട്ട് വർക്ക് ചെയ്തു. ഇപ്പോൾ ഞാൻ വീണ്ടും നാംജിങ് യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജിയിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ അഡ്മിറ്റ് ആയിരിക്കുകയാണ്. അനീറ്റ ചൂസ് ചെയ്ത പ്രോഗ്രാംസിനെ കുറിച്ചിട്ട് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഒരുപാട് സ്റ്റുഡൻസ് എഞ്ചിനീയറിംഗിന് ശേഷം അല്ലെങ്കിൽ എഞ്ചിനീയറിംഗിനോട് കൂടെ തന്നെ IT പ്രോഗ്രാംസ് പഠിക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ സ്റ്റുഡൻസ് പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ അനീറ്റ എന്തുകൊണ്ടാണ് IT പ്രോഗ്രാം ചൈനയിൽ ചൂസ് ചെയ്തത്? നമ്മൾ ടെക്നോളജിയെ കുറിച്ച് ചിന്തിക്കുന്നതിന് ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരിക അമേരിക്ക ഓർ ചൈനയാണ്. അതിൽ ഞാൻ ഏഷ്യൻ മൈനറാണ് ഓപ്റ്റ് ചെയ്തത്. ഏറ്റവും കൂടുതൽ ഇപ്പം മോസ്റ്റ് പോപ്പുലർ ആയിട്ട് നിൽക്കുന്നതും ടെക്നിക്കൽ ഫീൽഡ് ഏറ്റവും സ്ട്രെങ്തൻ പറയുകയാണെങ്കിൽ അത് ചൈന തന്നെയാണ്. അപ്പം ഞാൻ എൻ്റെ ഒരു കരിയർ നല്ല ടെക്നിക്കൽ ബേസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ലഭിക്കുകയാണെങ്കിൽ നല്ലതാണെന്ന് തോന്നി. അതുകൊണ്ട് ചൈന ഞാൻ യൂസ് ചെയ്തു. അതുകൊണ്ടാണ് നാൻജിങ് യൂണിവേഴ്സിറ്റി. അതായത് നമുക്ക് ഏകദേശം ഒരു 6-7 ഓപ്ഷൻസ് വന്നതിലാണ് നാൻജിങ് യൂണിവേഴ്സിറ്റി. ഞാൻ വേൾഡ് റാങ്കിങ് നോക്കിയായിരുന്നു കോളേജുകളെ കുറിച്ച്. അന്നേരം നാംജിങ് യൂണിവേഴ്സിറ്റി നല്ല റാങ്കിങ് ഉള്ള ഒരു യൂണിവേഴ്സിറ്റി ആയിട്ട് കണ്ടുകൊണ്ടാണ് ഞാൻ നാംജിങ് തന്നെ യൂസ് ചെയ്തത്. അതുപോലെ അനീറ്റ കീം എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു. കീം എക്സാമിന് ശേഷം വന്നിട്ട് റിസൾട്ടിന് ശേഷം ഒരു ഗവൺമെന്റ് കോളേജിലാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. സോ ആ കോഴ്സിന് ശേഷമാണ് ഇനി ചൈനയിലത്തെ വേറൊരു ഗവൺമെന്റ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഈ 2 ഗവൺമെന്റ് യൂണിവേഴ്സിറ്റീസുമായിട്ട് കമ്പയർ ചെയ്തപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിലാക്കിയിട്ടുള്ളത്? അതുപോലെ തന്നെ ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ നമുക്ക് കേരളത്തിലത്തെ സ്റ്റുഡൻസ് കയറുന്ന ഒരു പഠനത്തെ കുറിച്ചിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? 2019 ഞാൻ എഴുതുന്നത് കീം എക്സാമിന് വെൽ പ്രിപ്പയർ അല്ല, ഞാൻ സ്വന്തമായിട്ട് പഠിച്ച് ചെയ്താണ് ചെയ്തത്. അപ്പം ഗവൺമെന്റ് കോളേജിൽ കിട്ടാൻ റാങ്ക് കിട്ടി. അത്യാവശ്യം ഗവൺമെന്റ് പഠിച്ചു. കീമിൽ ഇത്ര പ്രയാസം ഞാൻ ഏതായാലും ഈ ഒരു പ്രൊസീജിയർ കണ്ടിട്ടില്ല റിയലി. എൻ്റെ എഡ്യൂക്കേഷൻ്റെ പ്രൊഫൈൽ സബ്മിറ്റ് ചെയ്ത സമയം മാഡം തന്നെയാണ് എനിക്കെല്ലാം ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് തരികയും നല്ല നല്ല യൂണിവേഴ്സിറ്റീസ് പറഞ്ഞു തരികയും ചെയ്തത്. മാഡം പറയായിരുന്നു നമുക്കിതെല്ലാം അപ്ലൈ ചെയ്യാം. എൻ്റെ പ്രൊഫൈൽ വെരിഫൈ ചെയ്തിട്ട് 3 കാറ്റഗറി ഉണ്ട്, സ്കോളർഷിപ്പുകളുണ്ട്. അന്നേരം ഇതിൽ നമ്മുടെ പ്രൊഫൈൽ വെച്ച് ഇതൊക്കെയാണ് എന്ന് നന്നായി ഗൈഡൻസ് കിട്ടിയായിരുന്നു. ആ കീം എഴുതിയ സമയത്ത് എനിക്കങ്ങനെ കോളേജ് യൂസ് ചെയ്യുന്ന സമയത്തൊന്നും ആരും അങ്ങനെ ഗൈഡ് ചെയ്തില്ല. പക്ഷെ ഇവിടെ നന്നായിട്ട് ഓരോ കോഴ്സ്, കോളേജ്, പിന്നെ എങ്ങനെ നമ്മൾ മുമ്പോട്ട് വന്ന എല്ലാ കാര്യങ്ങളും മാഡം നന്നായിട്ട് ഹെൽപ്പ് ചെയ്തായിരുന്നു. പിന്നെ അതുപോലെ ഒരു യൂണിവേഴ്സിറ്റി കോർഡിനേഷൻസ് എന്നുള്ള രീതിയിലും അതുപോലെ ഒരു ആപ്ലിക്കേഷൻ വിസയുടെ കാര്യങ്ങൾക്കൊക്കെ വിൽബട്ടൺ എഡ്യൂക്കേഷൻസിന്റെ ഒരു സപ്പോർട്ടിനെ കുറിച്ചിട്ടൊന്ന് പറയാമോ? നല്ല സപ്പോർട്ടാണ്. അതിനെക്കുറിച്ച് എനിക്ക് കുറേ പറയാനുണ്ട് റിയലി. കാരണം എൻ്റെ സഹോദരങ്ങൾ 2 പേരും വിദേശത്ത് പഠിക്കാൻ വേണ്ടി കുറേയേറെ ഏജൻസീസിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. ഏജൻസീസിൻ്റെ എക്സ്പോസ് ഉടനെ ഞങ്ങൾ കോട്ടയത്തു നിന്നും എറണാകുളം വരെ പോയിട്ടുണ്ടായിരുന്നു. അപ്പം പല ഏജൻസിക്കാരുമായിട്ട് ഞാൻ കൊളാബറേറ്റ് ചെയ്തെങ്കിലും ദി ബെസ്റ്റ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തത് ദി ബെസ്റ്റ് ആയിരുന്നു. കാരണം ഇവിടുത്തെ സ്റ്റാഫുകളായാൽ പോലും ഒരു കാര്യം നമുക്ക് കൂടെ നിന്ന് എപ്പോഴും നമ്മളോട് ഈ സർട്ടിഫിക്കറ്റ് ഇങ്ങനെ തന്നെ വേണം, അത് ചെയ്യേണ്ട പ്രൊസീജിയർ ഇങ്ങനെയാണ്, അത് ഇന്നയിടത്ത് എന്നാൽ കിട്ടും, അല്ലെങ്കിൽ ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ കൺസൾട്ട് ചെയ്ത ഏജൻസി ദി ബെസ്റ്റ്. അത് ഞാൻ എപ്പോഴും പറയും. ഞാൻ എൻ്റെ അമ്മയോട് ഞാൻ പറയും, അമ്മ ഇറ്റ്സ് എ ബ്ലെസ്സിങ് റിയലി. അതേക്കുള്ള പറയാനൊന്നുമില്ല. അതുപോലെ നമ്മളിപ്പോൾ ഒരു ചൈന എന്ന് പറഞ്ഞൊരു രാജ്യത്തേക്ക് പോവുകയാണ്. അതുപോലെ യൂണിവേഴ്സിറ്റി ഷോർട്ട് ലിസ്റ്റിംഗ് കാര്യങ്ങളെല്ലാമായി ചൈനയിലേക്ക് പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചൈനയെ കുറിച്ചിട്ട് അനീറ്റ അറിഞ്ഞിട്ടുള്ളതും അതുപോലെ കേട്ടിട്ടുള്ളതും വായിച്ചിട്ടുള്ളതൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം. ഞാൻ 2019 തൊട്ടാണ് ചൈനയെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങിയത്. ചൈന എന്ന രാജ്യത്തെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങിയത്. അത് കോളേജിൽ ഇങ്ങനെ ഒരു ഔട്ട് ടൈമിൽ ഒരു ഡ്രാമ കണ്ടു തുടങ്ങി. ഒരു സ്നേഹമാണ് ചൈനയോട്. പക്ഷെ പിന്നീട് അത് ശരിക്കും പറഞ്ഞാൽ ഒരു ബ്ലോഗ് ആയിക്കോട്ടെ എന്തായിട്ടും ആദ്യം യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പറയുന്ന ആൾക്കാർ ചൈന ഇപ്പം ജീവിക്കുന്നത് 2050 അല്ലെങ്കിൽ നമ്മളെക്കാൾ 100 വർഷം മുമ്പിലാണ്. പിന്നെ എന്നെ ഏറ്റവും കൂടുതൽ ചൈന പഠിപ്പിച്ച ഡ്രാമകളാണ് റിയലി. അതിനുശേഷം ഞാനാണെങ്കിൽ അല്ലാതെ തന്നെ കുറേ ബുക്കുകൾ വായിക്കും. ചൈനീസ് നോവൽസ് എടുത്ത് വായിക്കുമായിരുന്നു. അത് ഈ ബുക്കായാലും നമ്മുടെ ലൈബ്രറീസ് ആയാലും എടുത്ത് വായിക്കുമായിരുന്നു. പിന്നെ വരികയാണെങ്കിൽ അല്ലാതെ തന്നെ ഞാൻ യൂട്യൂബിലേക്ക് പോയിട്ട് ഇങ്ങനെ
ബ്ലോഗേഴ്സ് കാണുമായിരുന്നു എനിക്ക് കൂടുതൽ അറിയാനുള്ള. പിന്നെ ഞാനിപ്പോൾ ടീച്ചറായിട്ടായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അന്നേരം ടീച്ചർ ഇപ്പം സ്റ്റുഡൻസിനെ പഠിപ്പിക്കാൻ നേരത്ത് ഏറ്റവും കൂടുതൽ റെഫർ ചെയ്തിരുന്നത് അത് പബ്ലിക്കേഷൻസ് ഒക്കെ റിസർച്ച് പേപ്പർ ചെയ്യുന്നത് ചൈനീസ് യൂണിവേഴ്സിറ്റീസ് എന്ന് പറഞ്ഞ പേപ്പറുകളായിരുന്നു. റിയലി അതെനിക്ക് ഭയങ്കര ബെനിഫിറ്റ് ആണ്. അവർ ഓരോ വർഷവും ഓരോരോ AI ടൂൾസ് ആയിരുന്നു പെട്ടെന്ന് ഇങ്ങനെ. അപ്പോൾ ഞാൻ ഓർത്തു വളരെ ടെക്നോളജിയിൽ അവർ ഭയങ്കര ഡെവലപ്പ് ആണല്ലോ. നല്ല നല്ല അറ്റ് എ ടൈം ഓരോ സെക്കൻഡിൽ അപ്ഗ്രേഡേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുപോലെ ചൈനീസ് ലാംഗ്വേജിനെ കുറിച്ചിട്ട് ഇപ്പോ സാധാരണ എല്ലാവരും പോയതിനു ശേഷമാണ് ലാംഗ്വേജ് പഠിക്കുന്നത്. പക്ഷെ അനീറ്റയുടെ കാര്യങ്ങൾ എങ്ങനെയാണ്? ഞാൻ ചൈനീസ് ലാംഗ്വേജ് അത്യാവശ്യം ബേസിക് ആയിട്ട് തന്നെ നന്നായി സംസാരിക്കും. വീട്ടിലായാലും അറിയാതെ സംസാരിക്കാൻ പോലും ഞാൻ ചൈനീസ് പറയാൻ വിടപ്പോഴാണ് അതൊന്നും ഈ ചൈനക്കാരിയല്ല എന്ന് എന്നോട് അവർ പറയാറുണ്ട്. പക്ഷേ എനിക്കിഷ്ടമായിരുന്നു, അങ്ങനെ പഠിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത് എനിക്കൊരു ബെനിഫിറ്റ് ആയി സത്യം പറഞ്ഞാൽ ഒരു ചൈനീസ് പ്രൊസീജിയറിന്റെ സമയത്ത്. അതെ. ഇനി അനീറ്റ ഇപ്പോൾ ചൈനയിലേക്ക് പഠിക്കാൻ പോവാണ്. ഇതുപോലെ തന്നെ പുതുതായിട്ട് +2 കഴിഞ്ഞ സ്റ്റുഡൻസോ അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ സ്റ്റുഡൻസോ ഒക്കെ ചൈനയിലേക്ക് ഇതേപോലെ ഒരു സ്കോളർഷിപ്പ് പ്രോഗ്രാമിൽ പഠിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞു കൊടുക്കാനുള്ളത്? ഓക്കെ, അപ്പം +2 കഴിഞ്ഞ സ്റ്റുഡൻസിനോടാണെങ്കിൽ എനിക്ക് പറയാനുള്ളത് നന്നായി സ്കോർ ചെയ്യാൻ നോക്കുക. നമുക്ക് അത്യാവശ്യം നല്ല മാർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് നല്ല യൂണിവേഴ്സിറ്റീസിൽ ഓപ്പർച്യൂണിറ്റീസ് ലഭിക്കുന്നതായിരിക്കും. അത്യാവശ്യം ഒരു 80-86% ആണെങ്കിൽ നല്ല സ്കോറിംഗ് ആയിരിക്കും വരിക. കൂടാതെ എന്തെങ്കിലും നമുക്ക് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, നമ്മുടെ കോ കരിക്കുലർ ആക്ടിവിറ്റീസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൂടെ ലാംഗ്വേജ് ഉണ്ടെങ്കിൽ നന്നായിരിക്കും. അത് ചൈനീസ് ലാംഗ്വേജ് തന്നെ ആകണമെന്നില്ല, ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ സർട്ടിഫിക്കേഷൻ ആയാലും. കൂടാതെ എന്തെങ്കിലുമൊക്കെ നമ്മൾ എക്സ്ട്രാ ആയിട്ട് എയിം ചെയ്യാൻ നോക്കുക. ഇപ്പം ഒരു യൂണിവേഴ്സിറ്റി കഴിഞ്ഞ +2 ഡിഗ്രി കഴിഞ്ഞ സ്റ്റുഡൻസ് ആണെങ്കിൽ നന്നായി സ്കോർ ചെയ്യാൻ എല്ലായിടത്തും നന്നായി സ്കോറിംഗ് ആണ് ഏറ്റവും നല്ലത് ഇമ്പോർട്ടൻറ്റ്. എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും വളരെ ഇമ്പോർട്ടൻറ്റ് തന്നെയാണ്. ഈ രണ്ടും തന്നെ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ തന്നെ നല്ല യൂണിവേഴ്സിറ്റീസിൽ നമുക്ക് അഡ്മിറ്റഡ് ആകാൻ സാധിക്കും. അപ്പോൾ പോകുന്നതിന് മുന്നേറ്റ് ഇത്രയും കാര്യങ്ങളാണ് അനീറ്റയ്ക്ക് ഷെയർ ചെയ്യാനുള്ളത്. ഇനി അനീറ്റ യൂണിവേഴ്സിറ്റിയിൽ എത്തിയതിനു ശേഷം യൂണിവേഴ്സിറ്റി വിശേഷവും കൂടി നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ അനീറ്റയുടെ വിസ, അതുപോലെ തന്നെ അനീറ്റയുടെ ഒറിജിനൽ ഓഫർ ലെറ്റർ, അതുപോലെ തന്നെ JW ഫോമുകളൊക്കെ നമ്മൾ കൈമാറാണ്. നമ്മൾ അനീറ്റയുടെ പേരൻസിനെയും കൂടി നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. സോ മമ്മി പ്ലീസ് വെൽക്കം. അനീറ്റയുടെ മമ്മി ഉണ്ട്. അപ്പോൾ അങ്ങനെ അനീറ്റയ്ക്കുള്ള വിസ നമ്മൾ കൈമാറിയിട്ടുണ്ട്. മമ്മിക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് പറയാനുള്ളത്? സന്തോഷമല്ലേ? ഹാപ്പി അല്ലേ? സന്തോഷമാണ്. എനിക്ക് ഈ ഒരു ഏജൻസിയെ കുറിച്ച് പറയാനാണെങ്കിൽ ഞാൻ എൻ്റെ മൂത്ത മോൾക്കൊരു ഒരു ഏജൻസി പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ 3 ഏജൻസിയായിട്ട് ബന്ധപ്പെട്ടു. അതിൽ ഏറ്റവും നല്ലൊരു ഇവിടുത്തെ സർവീസ് നല്ലതായിട്ട് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നതിന്. കാരണം എല്ലാം ഒരു 1 by 1 ആയിട്ട് ഒരു നല്ല ഓർഡറിൽ നല്ല മെച്ചുറായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തെന്നുള്ള സന്തോഷമുണ്ട് ഞാൻ. ഓക്കെ, താങ്ക് യു. പിന്നെ മകള് പോവാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ പോകുന്നതിനെ കുറിച്ചിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഷെയർ ചെയ്യാനുള്ളത്? കൊച്ച് കൂടെ എത്തുന്ന ഉണ്ടായിരുന്നു. അതുകൊണ്ട് പോകുന്നതിലൊരു സങ്കടമുണ്ട്, പക്ഷെ അതിലേറെ സന്തോഷമുണ്ട്. കാരണം ചൈനയിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉള്ള നാട്ടിലേക്ക്, നല്ല ഡെവലപ്പായ നാട്ടിലേക്ക് അഡ്മിഷൻ കിട്ടി. അതും സ്കോളർഷിപ്പുകൾ കൂടി കിട്ടി. അതിന് ഞങ്ങൾക്ക് സർവീസ് തന്ന ഇവർക്ക് പ്രത്യേകം നന്ദി. ധന്യ മാമിനോട് എന്താണ് പറയാനുള്ളത്? ധന്യ മാമിനോട് നല്ല നന്ദിയുണ്ട്. സന്തോഷം. എല്ലാ നല്ല സർവീസായിരുന്നു. താങ്ക് യു വെരി മച്ച്.